ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒരു PG ഡിപ്ലോമ ചെയ്യുന്നുണ്ട്. അപ്ലൈഡ് കൗൺസിലിംഗ് സൈക്കോളജിയാണ്. അതിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ ബുക്കാണ് കേട്ടോ. സൈക്കോളജി, സൈക്കോപാത്തോളജി, പിന്നെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്, അപ്ലൈഡ് കൗൺസിലിങ്. SRCൻ്റെ കീഴിലാണ് ഈ കോഴ്സ് നമ്മൾ പഠിക്കുന്നത്. 15,700 കേട്ടോ കോഴ്സ് ഫീ. പിന്നെ 2 സെമസ്റ്ററായിട്ടാണ്. ഫസ്റ്റ് എക്സാം ഓഗസ്റ്റിലാണ്. അത്യാവശ്യം എനിക്ക് ഈ ബുക്ക് ഫസ്റ്റ് ഈ പുസ്തകം വാങ്ങി മറിച്ച് നോക്കിയപ്പോൾ അള്ളാണ് എനിക്ക് ഭയങ്കരമായിട്ട് വേണ്ടില്ലേന്നും തോന്നി. എനിക്കിത് പഠിച്ചെടുക്കാൻ കഴിയില്ല, എനിക്ക് പരീക്ഷ എഴുതാനൊന്നും കഴിയില്ല എന്നൊക്കെ തോന്നി. പക്ഷേ കുറേ പ്രാവശ്യം ടെക്സ്റ്റുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അത് ഒന്നും കൂടിയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പരിചിതമാവാൻ തുടങ്ങി. ഒന്നാമത് ഞാൻ 5ാം ക്ലാസ്സിൽ നിന്നാണ് ABCD പഠിക്കുന്നത്. ഇംഗ്ലീഷ് എനിക്കൊരു ബാലികേറാമലായിരുന്നു. ഞാൻ മലയാളത്തിലാണ് ഡിഗ്രിയൊക്കെ എഴുതിയത്. ഇപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും. അന്ന് എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയായിരുന്നു. മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രി ചെയ്തത്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞതും ആദ്യമായിട്ട് ഞാൻ LPയിൽ അധ്യാപികയായി. പിന്നീട് ഞാൻ പ്രൈമറി അധ്യാപികയായി. പിന്നെ പാരൽ കോളേജിലൊക്കെ പഠിപ്പിച്ചു. അതൊക്കെ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാട്ടോ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളൂ. പിന്നീട് ഞങ്ങൾ ടെക്സ്റ്റൊക്കെ കാണുമ്പോൾ ഞാൻ ചിരിച്ചിരിയൊക്കെ വായിക്കുന്നുണ്ടല്ലേ പഠനത്തിൽ. എൻ്റെ മോൾ ചോദിക്കും എപ്പോഴും കുട്ടിയാണ്, എപ്പോഴും പഠിക്കുകയാണ്. എൻ്റെ മക്കളിനോട് ചോദിക്കും. പക്ഷെ എനിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്താ അറിയില്ല, ചെറുപ്പത്തിലേ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മളെ ജീവിതത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതം തന്നെ വഴിമാറ്റി വിടും. അങ്ങനെ വഴിമാറ്റി വിട്ട ഒരാളായിരുന്നു ഞാനും. അതുകൊണ്ട് പഠനം ഡിഗ്രിയിൽ അവസാനിച്ചു. പിന്നീട് ഞാൻ മെഡിക്കൽ ട്രാൻസ്ഫ്യൂഷൻ കോഴ്സ് ചെയ്ത് വർക്ക് ചെയ്തു. പിന്നെയാണ് ഞങ്ങളൊരു 6 വർഷമൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും ഇനി പ്രതീക്ഷിക്കണ്ട കേട്ടോ, ഇനി മക്കളുണ്ടാവുന്ന കാര്യത്തിൽ സ്വപ്നം കാണണം കേട്ടോ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. പിന്നീട് നിരാശയായിരുന്നു. പിന്നെ പഠിച്ചവൻ്റെ അടുത്ത് മാത്രമായിരുന്നു നമ്മളെ പ്രാർത്ഥന. ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്ക് 3 മക്കളെ റബ്ബ് തന്നു. പിന്നെ മക്കളെ നോക്കി അങ്ങനെ ജീവിക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് വരവും ചിലവും ഒത്തു പോവാത്ത സമയത്ത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ അത് ഗാർഡനിങ് ആയിരുന്നു ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് മുഴുവനാക്കാൻ പഠിച്ചോ എന്നെ സഹായിച്ചില്ല. കാരണം അതിൻ്റെ മുന്നേ എനിക്ക് അസുഖം വന്നു, സർജറി ചെയ്തു. ഇപ്പം ഭാരമുള്ള ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എനിക്ക് സംസാരിക്കാൻ അറിയാം. ആ സംസാരിക്കാൻ അറിയാവുന്നതിന് ആളുകൾക്ക് അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ നല്ല ആഗ്രഹമാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോഴ്സ് തന്നെ ട്രെയിനർ കോഴ്സ് കഴിഞ്ഞ് ട്രെയിനർ സർട്ടിഫിക്കറ്റ് വാങ്ങി അതിൻ്റെ ശേഷമാണ് ഇത് ചെയ്ത്. ഇനി എനിക്ക് PG MA സൈക്കോളജി ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് നന്നായിട്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ എനിക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറൊക്കെ ആയിട്ട് മാറാനും സ്വയം ഒരു ഏൺ ചെയ്യാനും മറ്റുള്ളവരെ നല്ല രീതിയിലേക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ?